പരിശുദ്ധമായ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളിൽ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നാം പരിശുദ്ധമായ റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ പഠന പാരായണങ്ങളുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ അവരെല്ലാ ജോലികളും മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ഇഴുകിച്ചേരുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരിൽ ചിലർ വിശുദ്ധ റമദാനിന്റെ ഒരു ദിവസത്തിൽ ഒരു ഖത്തം തീർത്തിരുന്നു. മറ്റു ചിലർ 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം പൂർത്തിയാക്കിയിരുന്നു. മറ്റു ചിലരാകട്ടെ ഒരാഴ്ചയിൽ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഓതി പൂർത്തീകരിച്ചിരുന്നു. പരിശുദ്ധമായ റമദാനിലുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വലിയ പ്രതിഫലമാണ്. നമുക്ക് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, തസ്ബീഹത്തുൻ ഫി റമദാൻ അഫ്ളലു മിൻ അൽഫി തസ്ബീഹത്തിൻ ഫി ഗൈരി. മറ്റു മാസങ്ങളിൽ സുബ്ഹാനല്ലാഹ് എന്ന് 1000 പ്രാവശ്യം പറയുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ് വിശുദ്ധമായ റമദാനിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് സുബ്ഹാനല്ലാഹ് എന്ന് ഒരു തവണ പറയൽ. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ എത്ര വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭ്യമാകുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്നും ആരെങ്കിലും ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. വലാ അഖൂലു അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു അക്ഷരമായിട്ട് തോന്നിയേക്കാം, എന്നാൽ അതൊരക്ഷരമല്ല. മറിച്ച് അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം മറ്റൊരക്ഷരമാണ്. ആരെങ്കിലും വിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ച് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അവന് 30 പ്രതിഫലമാണ് ലഭ്യമാകുക. അത് പരിശുദ്ധമായ റമദാനിലാണെങ്കിൽ എത്ര വലിയ പ്രതിഫലം കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കുക. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ വിലപ്പെട്ട സമയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പഠന പാരായണങ്ങളുമായി ബന്ധപ്പെടാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോഴേക്കും ധാരാളം ഖത്തമുകൾ നാം പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഓതി തീർക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.